24 വെട്ട് കിട്ടിയ എമ്പുരാനാകും നാളെ മുതൽ തിയേറ്ററുകളിൽ. ആരുടെയും സമ്മർദ്ദമില്ലാതെ, ആരെയും ഭയക്കാതെ സ്വയം എടുത്ത തീരുമാനമാണ് ഈ കടും വെട്ടെന്നാണ് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ പറഞ്ഞത്. ഉത്തമ ബോധ്യത്തിലാണ് എമ്പുരാൻ എടുത്തത്. അതിൻ്റെ പ്രമേയത്തെപ്പറ്റി, കഥാഗതിയെപ്പറ്റി, അതിലെ ഓരോ സംഭവങ്ങളെപ്പറ്റിയും നിർമ്മാതാക്കൾക്കും പൃഥ്വിരാജിനും മോഹൻലാലിനും നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ ചില ബോധ്യങ്ങൾ തെറ്റായി പോയെന്ന് തോന്നിയപ്പോൾ തിരുത്തുകയാണെന്നും ഇന്ന് രാവിലെ ആന്റണി പെരുമ്പാവൂർ പറഞ്ഞു. സിനിമ എഴുതിയ മുരളി ഗോപിയുടേതായി പ്രതികരണമൊന്നും ഇതുവരെ വന്നിട്ടില്ല. മോഹൻലാലിന്റെ ഖേദക്കുറിപ്പ് അദ്ദേഹം പങ്കുവച്ചതുമില്ല. അത് നോക്കണ്ട. മുരളി ഗോപിയും റീ എഡിറ്റ് തീരുമാനത്തിനൊപ്പമെന്ന് ആന്റണി ആവർത്തിക്കുന്നു. RDX ചൂണ്ടിക്കാട്ടുന്നത് ഏതാണ്ട് 5 വർഷം ഉത്തമ ബോധ്യത്തിൽ രാഗി മിനുക്കിയ ഒരു സിനിമയെപ്പറ്റി, അതിന്റെ സൃഷ്ടാക്കൾക്കുള്ള ബോധ്യം ഏതാനും ദിവസത്തെ സാഹചര്യങ്ങൾ കൊണ്ട് മാറിയതിനെ പറ്റിയാണ് സ്വയം ബോധ്യത്തിലെ തിരുത്തുന്നതെന്ന് അവർ പറയുന്നു. RDX അത് അംഗീകരിക്കുന്നു. കലാകാരന്റെ സമ്മതങ്ങളെ നിർമ്മിച്ചെടുക്കുന്ന ഇങ്ങനെയൊരു പരിസരമാണ് ഇന്ന് നമ്മുടേത് എന്ന് മാത്രം ഓർത്തുകൊണ്ട് RDX റാപ്പ് 59 സെക്കൻഡിൽ. ഒരു സിനിമ ഈ വിധം തുടർച്ചയായി രാഷ്ട്രീയ വിവാദങ്ങളും പ്രതികരണങ്ങളും സൃഷ്ടിച്ച് ദിവസങ്ങളോളം ഒന്നാം തലക്കെട്ടായി തുടരുന്നത് സമീപകാലത്ത് ഇതാദ്യമാകും. ഒന്നാം ഭാഗമായിരുന്ന ലൂസിഫറിനെ പോലെ പൊളിറ്റിക്കൽ ഡ്രാമയാകും LT സ്വീക്കൽ എന്നായിരുന്നു സകലരും കരുതിയത്. ഇല്യൂമിനാറ്റി സൂചനകളുടെ ഡീകോഡുകൾക്കായി തയ്യാറെടുത്തുകൊണ്ടിരുന്ന ആരാധകർക്ക് നടുവിൽ പ്രമേയത്തിലെ സൂപ്പർ സർപ്രൈസുമായി എമ്പുരാനെത്തി. മലയാളം ഇന്നേ വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മെഗാ ബ്രഹ്മാണ്ഡ സിനിമ ഗുജറാത്ത് കലാപത്തിന്റെ പ്രത്യക്ഷ സൂചനകളെ ഉപജീവിച്ചെടുത്ത ഒന്നാകുമെന്ന് ഒരാളും വന്യമായ ആലോചനകളിൽ പോലും കരുതിയിട്ടുണ്ടാകില്ല. ആദ്യ ദിനങ്ങളിൽ കണ്ട പ്രേക്ഷകരിൽ വലിയൊരു വിഭാഗം രാഷ്ട്രീയമായി സിനിമയ്ക്കെതിരെ തിരിയുന്നു. അതിന്റെ തുടർചലനം എന്നോണം സിനിമയുടെ ഉള്ളടക്കത്തോട് രാഷ്ട്രീയമായി യോജിക്കുന്നവർ കൂട്ടത്തോടെ തിയേറ്ററുകളിലെത്തുന്നു. ആഗോള കളക്ഷൻ 200 കോടി പിന്നിടുന്നു. വിവാദം അനുദിനം കത്തിപ്പിടിക്കുന്നു. ഒടുവിലിപ്പോൾ സിനിമയിൽ 24 വെട്ടുകളുമായി റീ എഡിറ്റഡ് വേർഷൻ തിയേറ്ററുകളിലെത്തിയിരിക്കുന്നു. വെട്ടിമാറ്റിയ കൂട്ടത്തിൽ സുരേഷ് ഗോപിക്ക് നന്ദി പറഞ്ഞുള്ള ടൈറ്റിൽ കാർഡും. സൈബർ ആക്രമണം തുടരുന്നു. കളക്ഷൻ കുന്നുകൂടുന്നു. RDX റാപ്പ് ന്യൂസ് മലയാളം. വേഗത്തിൽ ഇന്ന് സംഭവിച്ച ആ റീ എഡിറ്റിന്റെയും റീസെൻസറിങ്ങിന്റെയും വിശദാംശങ്ങളിലേക്ക് പോകാം. എമ്പുരാന് 24 വെട്ടാണ് ഉണ്ടായിട്ടുള്ളത്. നന്ദി കാർഡിൽ നിന്ന് സുരേഷ് ഗോപിയുടെ പേരും ഇപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട്. കഥ നടക്കുന്ന കാലം പ്രതിപാദിക്കുന്ന കാർഡ് മാറ്റി എ ഫ്യൂ ഇയേഴ്സ് എഗോ എന്നാക്കി മാറ്റി. വില്ലൻ കഥാപാത്രത്തിന്റെ പേര് ബജരംഗി എന്നതിൽ നിന്ന് ബൽദേവ് എന്നാക്കി മാറ്റി. വില്ലൻ കഥാപാത്രത്തിന്റെ ക്രൂരത വെളിവാക്കുന്ന ചില ദൃശ്യങ്ങൾ ഒഴിവാക്കിയിട്ടുമുണ്ട്. ബാബു ബജരംഗിയും മറ്റൊരു വില്ലനായ മുന്നയും തമ്മിലുള്ള സംഭാഷണ രംഗം ഒഴിവാക്കി. സ്ത്രീകൾക്കെതിരായ അക്രമ ദൃശ്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി. ആരാധനാലയങ്ങൾക്ക് മുന്നിലൂടെ ട്രാക്ടറും വാഹനങ്ങളും പോകുന്ന ദൃശ്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. പൃഥ്വിരാജിന്റെ കഥാപാത്രമായ സയ്യിദ് മസൂദും പിതാവും തമ്മിലുള്ള സംഭാഷണവും ഒഴിവാക്കി. കലാപത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ ചിതറിക്കിടക്കുന്ന ദൃശ്യം ഒഴിവാക്കി. സംഭാഷണത്തിനിടെ NIA എന്ന് പറയുന്ന ഭാഗം മ്യൂട്ട് ചെയ്തു. ടെലിവിഷൻ വാർത്തയായി കാണിക്കുന്ന ചില ഭാഗങ്ങളും ഒഴിവാക്കിയിട്ടുണ്ട്. നന്ദു അവതരിപ്പിച്ച പീതാംബരൻ എന്ന കഥാപാത്രത്തിന്റെ ഒരു ഭാഗവും ഒഴിവാക്കിയിട്ടുണ്ട്. വെട്ടിയത് സ്വന്തം ഇഷ്ടത്തിനാണ് എന്നാണ് നിർമ്മാതാക്കൾ പറയുന്നത്. എമ്പുരാൻ റീ എഡിറ്റ് ചെയ്തത് സ്വന്തം ഇഷ്ടപ്രകാരം എന്നത് വിശദീകരിച്ചത് ആന്റണി പെരുമ്പാവൂരാണ്. 2 മിനിറ്റും 8 സെക്കൻഡും മാത്രമാണ് വെട്ടിമാറ്റിയത്. ആരും ഭയപ്പെടുത്തിയിട്ടില്ല, ആരും സമ്മർദ്ദം ചെലുത്തിയിട്ടുമില്ല. ഒരു പാർട്ടിക്കല്ല, ഒരു വ്യക്തിക്ക് സങ്കടമുണ്ടായാൽ പോലും പരിഗണിക്കും. റീ എഡിറ്റ് നിർമ്മാതാക്കളും അണിയറക്കാരും ഒന്നിച്ചെടുത്ത തീരുമാനമാണ്. മുരളി ഗോപിക്ക് വിയോജിപ്പുണ്ട് എന്ന് വിശ്വസിക്കുന്നില്ല എന്നും ഇന്ന് ആന്റണി പെരുമ്പാവൂർ പറഞ്ഞു. രാജുവിനെ ചേർത്ത് നിർത്തും, അതായത് പൃഥ്വിരാജിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ അനുവദിക്കില്ല. എമ്പുരാൻ വരണമെന്ന് ഞങ്ങൾ ഒന്നിച്ചെടുത്ത തീരുമാനമാണ്. ലാൽ സാറിന് കഥയറിയാം, അതും ആന്റണി പെരുമ്പാവൂർ പറഞ്ഞതാണ്. മോഹൻലാൽ പ്രിവ്യൂ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ മേജർ രവിക്കുള്ള മറുപടി കൂടിയാണത്. മോഹൻലാലിന് എമ്പുരാന്റെ മുഴുവൻ കഥയും അറിയാമായിരുന്നു. മോഹൻലാലിന് കഥ അറിയില്ലെന്ന് ആരോടും പറഞ്ഞിട്ടുമില്ല. അങ്ങനെയല്ല എന്ന് പറയുന്നവരോട് തൽക്കാലം മറുപടി പറയേണ്ട കാര്യവുമില്ല എന്ന് ആന്റണി പെരുമ്പാവൂർ പറയുന്നു. ഇതെല്ലാം ബിസിനസ് അല്ലേ എന്നാണ് മറ്റൊരു സൂപ്പർ സ്റ്റാർ ഇതിനിടയ്ക്ക് പറഞ്ഞത്. എമ്പുരാൻ വിവാദം കച്ചവടത്തിനായുള്ള നാടകമാണ് എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. വിവാദങ്ങൾക്കിടെ സുരേഷ് ഗോപി പ്രതികരിക്കുന്നത് ഇതാദ്യമായാണ്. ജനങ്ങളെ ഇളക്കി വിട്ട് പണം തട്ടുന്ന പരിപാടിയാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. സിനിമ റീ എഡിറ്റ് ചെയ്യാൻ ആരും ആവശ്യപ്പെട്ടിരുന്നില്ല എന്നും സുരേഷ് ഗോപി ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു. എന്നാൽ ഇതിനിടെ എമ്പുരാൻ സിനിമയ്ക്കെതിരെ ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകി BJP നേതാവ്. ഹർജി നൽകിയത് തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗമായ വിജീഷ് കണ്ടാണിശ്ശേരി ആയിരുന്നു.
എമ്പുരാന്റെ പ്രദർശനം തടയണമെന്നാണ് ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നത്. സിനിമ രാജ്യവിരുദ്ധത പ്രചരിപ്പിക്കുന്നതും മതവിദ്വേഷത്തിന് വഴിമരുന്നിടുന്നതും ആണ് എന്നായിരുന്നു വിജീഷ് പറഞ്ഞത്. പക്ഷേ ഇതിൻ്റെ ഒരു ആൻറ്റി ക്ലൈമാക്സ് വിജീഷിനെ BJP സസ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ്. കാരണം BJP നേരിട്ട് ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനോ ഈ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വം സൈബർ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വമോ ഏറ്റെടുക്കുന്നത് സംസ്ഥാനത്ത് ഒരബദ്ധമാകും എന്നുള്ള തിരിച്ചറിവിലേക്ക് അവർ പയ്യെ എത്തിയിരുന്നു എന്നത് തന്നെയാണ്. എമ്പുരാൻ ഈ പബ്ലിസിറ്റി സ്റ്റണ്ട് വേണ്ട എന്നാണ് ഈ ഹർജിക്കാരനോട് ഹൈക്കോടതി പറഞ്ഞത്. എമ്പുരാന്റെ പ്രദർശനം തടയണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളുകയും ചെയ്തു. സെൻസർ ബോർഡ് അംഗീകരിച്ച സിനിമയല്ലേ എന്നാണ് കോടതി ചോദിച്ചത്. ഈ കാര്യത്തിൽ ഹർജിക്കാരന്റെ ഉദ്ദേശശുദ്ധിയിൽ സംശയമുണ്ട് എന്നും കോടതി പറഞ്ഞു. സെൻസർ ബോർഡിനോട് നിലപാട് തേടുകയും ചെയ്തു. ഇതിനിടെ ഹൈക്കോടതി വ്യാജ പ്രചാരണം അതേസമയം തുടരുക തന്നെയാണ്. എമ്പുരാനെതിരായ വ്യാജ പ്രചാരണം സംഘപരിവാർ ഹാൻഡിലുകളിൽ നിന്ന് തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. ഹിന്ദി ചിത്രമായ സബർമതി റിപ്പോർട്ടിലെ ഭാഗങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കുകയാണ്. അതായത് ഈ പ്രചാരണം ട്രെയിൻ കത്തിക്കുന്ന രംഗങ്ങൾ എമ്പുരാനിലേതാണ് എന്നും ഇത് വെട്ടിമാറ്റിയതാണ് എന്നും പറഞ്ഞാണ് പ്രചരിപ്പിക്കുന്നത്. ഈ വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ കണ്ടത് ലക്ഷക്കണക്കിന് ആളുകളുമാണ്. യഥാർത്ഥത്തിൽ ആ സിനിമയിൽ നിന്ന് വെട്ടിമാറ്റിയ ദൃശ്യങ്ങളല്ലാതെ വ്യാജ പ്രിന്റും തലവേദനയായിട്ടുണ്ട്. ഇതിനിടെ കണ്ണൂരിലെ പാപ്പിനിശ്ശേരിയിൽ നിന്ന് എമ്പുരാന്റെ വ്യാജ പ്രിന്റുകൾ പിടികൂടിയിട്ടുണ്ട്. ഈ പ്രിന്റ് പെൻഡ്രൈവിലാക്കി വിതരണം ചെയ്യുകയായിരുന്നു എന്നാണ് അറിഞ്ഞത്. എമ്പുരാൻ വ്യാജ പ്രിന്റ് പ്രചരിക്കുന്നതിൽ സംസ്ഥാനത്തെ ആദ്യത്തെ കേസ് കൂടിയാണ് കണ്ണൂരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ടെലഗ്രാം വഴിയും എമ്പുരാന്റെ HD പ്രിന്റ് പ്രചരിക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ വിവരങ്ങൾ. സനീഷ, ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പല ദിവസം നമ്മളിത് ചർച്ച ചെയ്തു. ഇനിയൊരു ചർച്ച ഈ വിഷയത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു 300 കോടിയോ 400 കോടിയോ ഒക്കെ ആകുമ്പോൾ വേണമെങ്കിൽ ഒന്നുകൂടി എടുത്ത് ചർച്ച ചെയ്യാം. പക്ഷേ ഈ എഡിറ്റിങ്ങും സെൻസറിങ്ങും ഒരാളും ആവശ്യപ്പെടാതെ നടത്തിയതാണ് എന്നാണ് ആന്റണി പെരുമ്പാവൂർ വിശദീകരിച്ചത്. ഒരു കണക്കിന് നോക്കിയാൽ അത് ശരിയുമാണ്. കാരണം തുടർച്ചയായ ആക്രമണങ്ങളും ഭത്സനങ്ങളും അധിക്ഷേപങ്ങളും ഒക്കെ ഉണ്ടാവുന്നു എന്നുള്ളതൊഴിച്ചാൽ ഇവരോട് നിങ്ങളിത് എഡിറ്റ് ചെയ്ത് മാറ്റണമെന്ന് ആരും ആവശ്യപ്പെട്ടിരുന്നില്ല. അതെ, ആന്റണി അതങ്ങ് വെട്ടിമാറ്റിയേക്കെന്ന് ആരും പറഞ്ഞിട്ടുണ്ടാവില്ല. അത് ഉറപ്പാണ്. അതൊരു സമ്മർദ്ദമാണ്, അതൊരു അന്തരീക്ഷം സൃഷ്ടിക്കലാണ്. ആ അന്തരീക്ഷ സൃഷ്ടിയിൽ അവരത് വെട്ടിമാറ്റിയെന്നത് പകൽ പോലെ വിളിച്ച് നമുക്കറിയാവുന്നതാണ്. ആർക്കും അത് സംശയത്തിൻ്റെ കാര്യമില്ല. ഇത് പക്ഷേ ഈ പ്രശ്നം പരിഹരിക്കേണ്ടത് കർഷകൻ എനിക്ക് തോന്നുന്നു ഇന്നാകുമ്പോഴേക്ക് ആന്റണി പെരുമ്പാവൂരിൻ്റെയും മോഹൻലാലിൻ്റെയും പൃഥ്വിരാജിൻ്റെയും മാത്രം പ്രശ്നമല്ല, RSSൻ്റെയും BJPയുടെയും പ്രശ്നമായി മാറിക്കഴിഞ്ഞു. ഇതിനപ്പുറത്തേക്ക് ഈ കാര്യങ്ങളെ കൊണ്ടുപോകുന്നത് ആർക്കും ഗുണകരമല്ല എന്ന ഒരു കാര്യം അവർ മനസ്സിലാക്കിയിട്ടുണ്ടാകും. BJPക്കാരൻ ആവേശത്തിൽ പോയിട്ട് ഒരു ഹൈക്കോടതിയിൽ ഒരു പരാതി കൊടുത്തു. പക്ഷേ കോടതി ഓടിച്ചു വിട്ടു. മാത്രമല്ല BJP നടപടിയെടുത്തിരിക്കുന്നു. അപ്പോൾ BJP പിൻവാങ്ങുകയാണ്. RSS ഇന്നലെ 3-4 ലേഖനം ഓർഗനൈസറിൽ എഴുതിയ RSS ഇന്നും മിണ്ടിയിട്ടില്ല. ഇന്ന് അതിൻ്റെ ഭാഗമായിട്ടൊന്നും പ്രത്യേകിച്ച് അവരുടെ ഭാഗത്തുണ്ടായിട്ടില്ല. ഇത് മുഴുവൻ ബിസിനസ് അല്ലേ എന്ന് നമ്മുടെ കേന്ദ്രമന്ത്രി പ്രിയപ്പെട്ട സുരേഷ് ഗോപി വന്ന് പറയുകയും ചെയ്യും. എന്ന് വെച്ചാൽ ഇത് മോഹൻലാലിൻ്റെ സിനിമയ്ക്ക് ബിസിനസ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയ നാടകമല്ലേ കുഞ്ഞുങ്ങളെ എന്ന് അദ്ദേഹത്തിൻ്റെ ആളുകളോട് പറയുന്നതായിട്ടും വേണമെങ്കിൽ എടുക്കാം. എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പേര് നന്ദി കാർഡിൽ നിന്ന് വെട്ടിമാറ്റിയിട്ടുണ്ട്. അതൊക്കെ വെട്ടിമാറ്റി. എന്ന് വെച്ചാൽ ഈ പ്രശ്നം പരിഹരിക്കുക എന്നത് ഈ പൃഥ്വിരാജിൻ്റെയും ആന്റണി പെരുമ്പാവൂരിൻ്റെയും മോഹൻലാലിൻ്റെയും മാത്രം പ്രശ്നമല്ലാതായി മാറി. കാരണം അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല അമിതമായിട്ട് അവർക്കുള്ള അധികാരം അല്ലെങ്കിൽ ശക്തി വെച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യം വന്നപ്പോൾ ആഞ്ഞടിച്ചേക്കാം എന്ന് RSSൻ്റെ ഹാൻഡിലുകളും RSS നേതൃത്വവും ഒക്കെ പാകാടെ അങ്ങ് വിചാരിച്ചു. അവർ വന്നു. പക്ഷേ അവരുടെ മുന്നിൽ പെട്ടെന്ന് മുട്ട് മടക്കുന്ന സംവിധാനത്തെ അല്ല അവർ കണ്ടത്. ആകെ ബേജാറായി പോയി. അതുകൊണ്ട് ഇപ്പോൾ മ്യൂച്വലായിട്ടുള്ളൊരു സംഗതി ഉണ്ടാക്കിയിട്ട് ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയിട്ട് രണ്ടുപേരും പിന്നോട്ട് മാറുന്ന സീനാണ് കാണുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഹർഷൻ, നമുക്ക് ഇനി ഒരു പക്ഷേ ചർച്ച ചെയ്യേണ്ടി വരില്ല എന്നാണ് എനിക്ക് ഇന്നത്തെ ഒരു തോന്നൽ. റൈറ്റ്. എനിക്ക് ഇതിലെ ഒരു പ്രശ്നം ഇത് ആദ്യമായി സംഭവിക്കുന്നതല്ല. അതായത് ഈ സർക്കാർ അധികാരത്തിലെത്തിയതിന് ശേഷം അല്ലെങ്കിൽ 2014 ശേഷം, ഇതുപോട്ടെ 2002 ശേഷം ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള സിനിമകളോ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളോ ഇതാദ്യമായി സംഭവിക്കുന്നതല്ല. ഈ കൃത്യമായി ഈ ഗുജറാത്ത് കലാപം എന്ന പേരിൽ അല്ലെങ്കിൽ ഗോധ്ര സംഭവം എന്ന പേരിലൊക്കെ അതിനെ ദ്യോതിപ്പിക്കുന്ന തരത്തിലുള്ള സംഭവങ്ങളും സംഭാഷണങ്ങളും ഒക്കെയുള്ള അല്ലെങ്കിൽ ദൃശ്യങ്ങളും ഒക്കെയുള്ള ഒരു സിനിമ വന്നത് അപൂർവമായിരിക്കാം. പക്ഷേ സർക്കാരിനെ വിമർശിക്കുന്ന, കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന, കേന്ദ്ര സർക്കാരിൻ്റെ നടപടികളെ വിമർശിക്കുന്ന, നരേന്ദ്രമോദിയെ നേരിട്ട് വിമർശിക്കുന്ന ഒട്ടേറെ സിനിമകൾ നേരത്തെയും വന്നിട്ടുണ്ട്. എന്തിന് പൃഥ്വിരാജിൻ്റെ ജനഗണമനയ്ക്ക് എത്ര രൂക്ഷമായ ആക്രമണമാണ് കേരളത്തിൽ തന്നെ ഉണ്ടായത്. പക്ഷേ പൃഥ്വിരാജ് അപ്പം മാപ്പ് പറഞ്ഞിട്ടില്ല. നിർമ്മാതാവൊപ്പം ഇത് വെട്ടിമാറ്റാൻ ഓടിയിട്ടില്ല. തമിഴ്നാട്ടിൽ മെർസൽ വിജയ്ക്കെതിരെ എത്ര രൂക്ഷമായ ആക്രമണമാണ് ഉണ്ടായത്. വിജയുടെ പേര് ജോസഫ് വിജയ് ആണെന്നാണെന്ന് ഞാൻ അറിയുന്നത് BJPക്കാർ പറഞ്ഞപ്പോഴാണ്. അപ്പോൾ
അങ്ങനെ രൂക്ഷമായി വ്യക്തിപരമായി അങ്ങനെയുള്ള ഒരു ആക്രമണം നടന്നിട്ടും വിജയ് മാപ്പ് പറയാൻ പോയിട്ടില്ല കേട്ടോ. വിജയ് അത് രംഗങ്ങൾ വെട്ടിമാറ്റാനും പോയിട്ടില്ല, അവിടെ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. ഒരു കലാകാരൻ അയാളുടെ കുറിപ്പിൽ മുഴുവൻ പേരും എഴുതുകയായിരുന്നു. ജോസഫ് വിജയ് എന്നുള്ള പേര് എഴുതിയിട്ടാണ് അതിൽ വിശദീകരണക്കുറിപ്പ് ഇറക്കിയത് തന്നെ. ഒരു കലാകാരൻ അയാളുടെ കാലത്ത് നടക്കുന്ന, അല്ലെങ്കിൽ അയാൾ കണ്ട് പരിചയിച്ചു പോയ, അതല്ലെങ്കിൽ അയാൾക്ക് മുമ്പ് നടന്ന ചരിത്ര സംഭവത്തെ ഉത്തമ ബോധ്യത്തോടെ അവതരിപ്പിക്കാൻ തീരുമാനിക്കുമ്പോൾ അതിൻ്റെ തിരിച്ചടികൾ ഏറ്റുവാങ്ങാൻ കൂടി ഉള്ള ധൈര്യം ഉണ്ടാവണം, അതിൻ്റെ ഉത്തരവാദിത്വം ഉണ്ടാവണം എന്ന് തന്നെയാണ് ഈ കാര്യത്തിൽ എൻ്റെ ടേക്ക്. അതെ, ഒറ്റ കാര്യം കൂടെ പറയാം. അതായത് ഇപ്പോൾ സന്തോഷ് എന്ന് പറഞ്ഞ പടം, ഹിന്ദിയിലുള്ള പടം, പക്ഷേ കനഡിയനോ ബ്രിട്ടീഷോ അങ്ങനെയായിട്ടുള്ള ഒരു സംവിധായകയാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ അത് രാജ്യത്ത് പ്രദർശിപ്പിക്കേണ്ട എന്ന് പറഞ്ഞ് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. കാരണം നമ്മുടെ ആ ഭാഗത്തെ സംസ്ഥാനങ്ങളിലെ പോലീസ് ക്രൂരതയും ദളിത് വിരുദ്ധതയും മറ്റുമൊക്കെ വല്ലാതെ ചിത്രീകരിച്ച് വെച്ചിരിക്കുകയാണ് എന്നാണ് പലയിടങ്ങളായിട്ട് വായിച്ചത് മനസ്സിലായത്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലിപ്പോൾ ഇവിടെ എന്താ വിമർശിക്കപ്പെടുക? ഇവിടെ ഇതേ നമ്മുടെ മുരളി ഗോപിയും മറ്റും വിമർശിക്കാനെടുത്ത സിനിമയിൽ ഇത്ര രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ വരില്ല. പക്ഷേ ആ പ്രദേശത്തിൻ്റെ സാമൂഹ്യാന്തരീക്ഷമാകെ തന്നെയും ഇത്രക്ക് കുഴപ്പം പിടിച്ചതായിരിക്കുകയാണ്. പരസ്പരം മതത്തിൻ്റെയൊക്കെ പേരിൽ വലിയ ശത്രുത അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കുകയും അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് ഉണ്ടാവുകയും ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട് എന്നതുകൂടിയാണ് നമ്മൾ ഇത്തരം വിവാദങ്ങളെന്ന് മനസ്സിലാകുന്നത്. പക്ഷേ ഇന്ന് രാവിലെയാണ് ഞാൻ പോയിട്ട് പടം കണ്ടത്. എനിക്ക് ഭാഗ്യത്തിന് കട്ട് ചെയ്യുന്നതിന് മുന്നേ കാണാൻ പറ്റും. ഇത് രാവിലെ 8:10 ഞാൻ പോയിട്ട് ആ പടം കണ്ടത്. അപ്പോൾ കട്ട് ചെയ്തിട്ടില്ല, ഉച്ചയ്ക്ക് ശേഷമാണെന്ന് തോന്നുന്നു കട്ടിങ് വന്നത്. അതുകൊണ്ട് എനിക്ക് മുഴുവനും കാണാനായി. ഇത് യഥാർത്ഥത്തിൽ ഈ സിനിമ എനിക്ക് കണ്ടപ്പോൾ വളരെ നന്നായിട്ടാണ് അനുഭവപ്പെട്ടത്. എനിക്ക് ഇത് സമഗ്രമായൊരു സിനിമയായിട്ടാണ് തോന്നിയത്. അതിനകത്ത് ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളെ പറയുന്നുണ്ട്, ഹിന്ദുത്വ തീവ്രവാദികളെ പറയുന്നുണ്ട്, CPM-കാരെ പറയുന്നുണ്ട്, കോൺഗ്രസ്സുകാരെ പറയുന്നുണ്ട്, BJP-കാരെയും പറയുന്നുണ്ട്. ഈ പറയുന്ന സംഗതികളെല്ലാം പല ലെയറായിട്ട് പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഈ ഗോദ്ര അല്ലെങ്കിൽ ഗുജറാത്ത് കലാപമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആംബിയൻസ് ആയിട്ട് നിൽക്കുന്നത് നമ്മൾ കാണുമ്പോൾ. അത് ശരിയാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ RRR ഒരു മെഗാ അറ്റ്മോസ്ഫിയറായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തെയാണ്. സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്ന അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് സൗഹൃദവും പ്രണയവും മറ്റു പ്രശ്നങ്ങളൊക്കെ ചേർത്ത് വെച്ചിരിക്കുക. ഇപ്പോൾ ഹോളോകോസ്റ്റ് എന്ന് പറയുന്നൊരു വലിയ സംഭവം ലോകത്ത് നടന്നപ്പോൾ അത് സംബന്ധിച്ച് എത്ര സിനിമകൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ ഇന്ന് അല്പം മുമ്പ് ChatGPT-യോട് ചോദിച്ചു. അപ്പോൾ നമ്പർ തരാൻ പറ്റില്ല, ഹൺഡ്രഡ്സ് ഓഫ് ഫിലിംസ് ആണ്. അപ്പോൾ ഈ ചരിത്രത്തിലെ വലിയ സംഭവങ്ങൾ, കൂട്ടക്കൊലകൾ, അത് സിനിമകൾക്ക് ആധാരമായിട്ട് വരും, സ്വാഭാവികമാണത്. അപ്പോൾ സ്വാതന്ത്ര്യ സമരം പോലെ വലിയ മെഗാ ഇവൻറ്റ്സ് സിനിമാക്കാർക്ക്, ഇതുപോലുള്ള മെഗാ സിനിമകൾ എടുക്കുന്ന ആളുകൾക്ക് ആംബിയൻസ് ആയിട്ട് അവിടെ വേണം. അങ്ങനെ ഒരു ആംബിയൻസ് ആയിട്ട് ഇദ്ദേഹം എടുത്തു വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ മുഴുവൻ പേരെയും വിമർശിക്കുന്ന, ആത്യന്തികമായിട്ട് അതിൻ്റെ തീം എന്താണെന്ന് ചോദിച്ചാൽ ആ സുഭദ്രാബൻ എന്ന് പറയുന്ന ഹിന്ദു ക്യാരക്ടർ പറയുന്ന മതങ്ങൾ പരസ്പരം കുഴപ്പമില്ലാത്തതാണ്, അതിനെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്, മതവും രാഷ്ട്രീയവും ചേരുമ്പോഴാണ് വലിയ കുഴപ്പമുണ്ടാകുന്നത് എന്നുള്ളതാണല്ലോ അതിൻ്റെ തീം. അതിനകത്ത് RSS മാത്രം ഇത്രയൊക്കെ പ്രൊവോക്ഡായി എന്നത് ചരിത്രത്തിൽ എല്ലാ കാലത്തേക്കുമായിട്ട് എമ്പുരാനെ ഓർമ്മിക്കും. കേരള ചരിത്രത്തിൽ ഇതെന്തായാലും രേഖപ്പെടുത്തപ്പെട്ടിരിക്കും. കാരണം മോഹൻലാലിനെ പോലെ ഒരു ടവറിംഗ് പേഴ്സണാലിറ്റിയെ മലയാളത്തിലെ എല്ലാവരും ആദരിക്കുന്ന ഒരു മഹാനടനെ, പ്രത്യേകിച്ച് BJP-യും RSS-ഉമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു നടനെ തന്നെയാണ് ഇവർ ആക്രമിച്ചിരിക്കുന്നത് എന്നതുകൊണ്ട് അത് എക്കാലവും ഓർമ്മിക്കപ്പെടും. നമുക്ക് സമയമില്ല. അതായത് മോഹൻലാലിനെ വിമർശിച്ച ആളാണ് ഞാൻ പലപ്പോഴായിട്ട് ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ. പക്ഷേ മോഹൻലാലിനോടുള്ള ആദരവ് ഒരിക്കലും നമ്മൾ ആദരവ് വിട്ടിട്ടില്ല. പക്ഷേ ഇത്തവണ ഈ എപ്പിസോഡിലാണ് കേരളത്തിൽ ആദ്യമായിട്ട് മോഹൻലാൽ എന്ന് പറയുന്ന നടനെ ഇത്രക്ക് നിന്ദ്യമായിട്ട് അധിക്ഷേപിക്കുന്ന നിലപാട് വന്നത് എന്നതുകൂടെ ഈ ചരിത്രം രേഖപ്പെടുത്തി വെക്കും. റൈറ്റ്, അതാണ് ഇതിൽ ഒരു കാര്യം. ഈ 30,000 പെൺകുട്ടികളെ മതം മാറ്റി IS-ലേക്ക് കടത്തിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞ കേരള സ്റ്റോറി കാണാൻ ആഹ്വാനം ചെയ്തത് പ്രധാനമന്ത്രിയാണ്. അതായത് അത്രത്ത് പച്ച നുണ പ്രചരിപ്പിച്ചുകൊണ്ട് അങ്ങനെ ഒരു സിനിമ വന്നപ്പോൾ, കേരളത്തെ മുച്ചൂടും അപമാനിക്കുന്ന ഒരു സിനിമ വന്നപ്പോൾ അതിനെ ടാക്സ് ഇളവ് കൊടുത്തും അവാർഡുകൾ കൊടുത്തും വലിയ പ്രോത്സാഹനം കൊടുത്തത് ഈ സ്റ്റേറ്റ് തന്നെയാണ്, അതായത് ഈ സർക്കാർ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഭാഗത്ത് ഒന്ന് നിൽക്കുമ്പോഴാണ് ഇപ്പുറത്ത് ഇവിടെ. അതിൽ വേറൊരു കാര്യം, അത്രയും വലിയ പച്ച നുണയാണ് എന്നുള്ളത് വാസ്തവമായിരിക്കെ അതിലൊരു രംഗം പോലും പിന്നീട് എഡിറ്റ് ചെയ്ത് മാറ്റാനായിട്ട് അതിൻ്റെ സംവിധായകൻ തയ്യാറായിട്ടില്ല, നിർമ്മാതാവ് തയ്യാറായിട്ടില്ല. അവിടെയാണ് ഇവിടെ ഒരു കീഴടങ്ങൽ ഉണ്ടായിരിക്കുന്നത് എന്നതിലാണ് പ്രശ്നം. എമ്പുരാന് 24 വെട്ടാണ് കൊണ്ടത്. സംഘപരിവാറിന്റെ രൂക്ഷമായ സൈബർ ആക്രമണത്തിനൊടുവിലാണ് സിനിമയുടെ നിർമ്മാതാക്കൾ തന്നെ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. ആരാണ് വെട്ടിയത് എന്ന ചോദ്യത്തിന് ഞാനാണ് വെട്ടിയത് എന്ന മറുപടി പറയേണ്ടി വന്നത് സിനിമയുടെ സൃഷ്ടാക്കൾക്ക് തന്നെയാണ്. സിനിമയെക്കുറിച്ചുള്ള ആലോചന തന്നെ സെൻസർ ചെയ്ത് നടത്താൻ ഇനി അങ്ങോട്ട് സകല സിനിമാ പ്രവർത്തകരെയും പ്രേരിപ്പിക്കാൻ ഉതകുന്നതാണ് നിർമ്മാതാക്കളായ ഗോകുലം ഗോപാലന്റെയും ആന്റണി പെരുമ്പാവൂരിന്റെയും നടപടി. മോഹൻലാലിന്റെ ഖേദപ്രകടനവും സിനിമയുടെ റീ എഡിറ്റിംഗും റീസെൻസറിങ്ങും നിസ്സഹായതയുടെ ബാക്കിയായിരിക്കാം. പക്ഷേ ഒരു ജനാധിപത്യ രാജ്യത്ത് കലാകാരന് തൻ്റെ കാഴ്ചപ്പാടും ജനതയെ ബാധിക്കുന്ന സംഭവങ്ങളോടുള്ള പ്രതികരണവും കലയിലൂടെ നടത്താനുള്ള അവകാശമുണ്ട്. അത് സാമൂഹിക ഉത്തരവാദിത്വം കൂടിയാണ്. എന്നാൽ കച്ചവട സിനിമയുടെ പരിസരത്ത് ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ അത് സാഹസമാണ് എന്ന് ഇനി വരുന്നവർ വിലയിരുത്തുന്നതാവും സ്വന്തം സൃഷ്ടിയുടെ കഴുത്തിൽ കത്തിവെച്ച നടപടി. കലാകാരൻ തൻ്റെ കാഴ്ചപ്പാട് അവതരിപ്പിക്കാനുള്ള അവകാശം വിനിയോഗിക്കുമ്പോൾ അതിനോടുള്ള പ്രതികരണങ്ങൾ അതെത്ര കടുത്തതായാലും നേരിടാനുള്ള ധൈര്യം കൂടി വേണമെന്ന് വിനീതമായി ഓർമ്മിപ്പിക്കട്ടെ. അതേസമയം ആഴത്തിൽ കുഴിച്ചിട്ട ചില
ചരിത്ര സംഭവങ്ങളെ അതിനുശേഷം വന്ന ഒരു തലമുറയ്ക്ക് ഓർമ്മിക്കാനും പഠിക്കാനും അവസരമൊരുക്കിയതിന് പ്രത്യേകം അഭിനന്ദിക്കട്ടെ.